നമസ്കാരം. വളരെ ആഴത്തിലുള്ള ഒരു ആത്മീയ പഠനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജിയുടെ ഒറിജിനൽ ഹിന്ദി സാഹിത്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ വിശകലനം. അദ്ദേഹത്തിന്റെ അന്തരംഗക്കെ ഇഷ്ടദേവ് കി ഉപാസന ഹി സാർത്ഥക് ഏവം സച്ചി സാധന എന്ന അതിമനോഹരമായ കൃതിയുടെ സത്തയാണ് നാം ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. അതായത്, അന്തർഹൃദയത്തിലെ ദൈവികതയുടെ ഉപാസനയാണ് ശ്രേഷ്ഠമായ സാധന. ഒരു യഥാർത്ഥ ആത്മീയ അന്വേഷകന് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട തികച്ചും പ്രായോഗികമായ ചില കാര്യങ്ങളാണ് ഇതിലൂടെ നാം പങ്കുവയ്ക്കുന്നത്. നമുക്ക് തുടങ്ങാല്ലേ? ശരിക്കും നമ്മളിൽ പലരും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കുമിത്. ഒരേ മന്ത്രങ്ങൾ, ഒരേ പൂജാവിധികൾ, ഒരേ ദേവതകൾ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരാളുടെ ജീവിതത്തിൽ മഹത്തായ മാറ്റങ്ങളുണ്ടാകുമ്പോൾ മറ്റൊരാളുടെ ജീവിതത്തിൽ തികഞ്ഞ നിരാശ മാത്രം ബാക്കിയാകുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ദൈവത്തിന് ചിലരോട് മാത്രം എന്തെങ്കിലും പക്ഷപാതമുണ്ടോ? അതോ നമ്മൾ ചെയ്യുന്ന രീതിയിലാണോ തെറ്റ്? ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നാം കണ്ടെത്തേണ്ടതുണ്ട്. ഇതിന് ആചാര്യജി നൽകുന്ന മറുപടി നമ്മുടെ പല മുൻവിധികളെയും പൊളിച്ചെഴുതുന്നതാണ്. അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു, ഉപാസന എന്നത് ചെറിയ സമ്മാനങ്ങൾ നൽകി ദൈവത്തെ സ്വാധീനിക്കാനുള്ള ഒരു മാന്ത്രിക വിദ്യയോ ചെപ്പടി വിദ്യയോ അല്ല. ശരിയല്ലേ? നമ്മൾ പലപ്പോഴും ലഡ്ഡുവോ പായസമോ ഒക്കെ വെച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ കഴിയുന്ന ഒരു കൊച്ചുകുട്ടിയായിട്ടല്ലേ കാണുന്നത്? ഉപരിപ്ലവമായ ഇത്തരം ആചാരങ്ങൾക്കും പ്രകടനങ്ങൾക്കും അപ്പുറമാണ് യഥാർത്ഥ ഭക്തി എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതൊന്ന് വ്യക്തമാകാൻ നമുക്ക് രണ്ട് തരം ആളുകളെ നോക്കാം. ഒരു വശത്ത് ശക്തി പ്രാപിച്ച യഥാർത്ഥ സാധകൻ. അദ്ദേഹത്തിന് വലിയ സമാധാനവും അറിവും അത്ഭുതകരമായ കഴിവുകളും ലഭിക്കുന്നു. എന്നാൽ മറുവശത്ത് വെറും ആചാരങ്ങൾ മാത്രം ചെയ്യുന്ന നിരാശനായൊരു വ്യക്തി. അയാൾക്ക് സമാധാനം നഷ്ടപ്പെടുന്നു, ഒന്നും നേടാൻ കഴിയുന്നില്ല. ഒടുവിൽ അയാൾ ദൈവത്തെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. ആചാരങ്ങൾ മാത്രമല്ല ഇവിടത്തെ യഥാർത്ഥ ഘടകമെന്ന് ഇത് വളരെ മനോഹരമായി വ്യക്തമാക്കുന്നുണ്ട്. അവിടെ വേറെ എന്തോ ഒന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ആ അദൃശ്യമായ ഘടകം? അതാണ് പാത്രത, അഥവാ നമ്മുടെ അർഹത. ഈ പഠനത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്നാണിത്. ദൈവിക ഊർജം ഉൾക്കൊള്ളാനും ഉപയോഗിക്കാനും ആവശ്യമായ ആന്തരിക ശേഷി, യോഗ്യത, പരിശുദ്ധി എന്നിവയാണ് പാത്രത. നമ്മുടെ ഉള്ളിൽ അർഹതയില്ലാതെ ദൈവാനുഗ്രഹം എത്ര കിട്ടിയാലും അത് വെറുതെ ഒഴുകിപ്പോവുകയുള്ളൂ. ഉള്ളിലെ മാലിന്യങ്ങൾ കളയാതെ പുറമേ നിന്ന് എത്ര ദിവ്യമായ പ്രകാശം വന്നിട്ടും യാതൊരു കാര്യവുമില്ലാന്നർത്ഥം. ഇതൊന്ന് ലോജിക്കലായി ചിന്തിച്ചു നോക്കൂ. ഇതിന് വളരെ കൃത്യമായ ചില നിയമങ്ങളുണ്ട്. ഒന്ന്, മൂർച്ചയുള്ളൊരു വാൾ ഉപയോഗിക്കണമെങ്കിൽ കരുത്തുറ്റ കൈകൾ തന്നെ വേണം. 2, വൈദ്യുതിക്ക് വലിയ ശക്തിയുണ്ട്, എന്നാൽ അത് ശരിയായി ഉപയോഗിക്കാൻ കൃത്യമായ വയറിങ്ങും ഉപകരണങ്ങളും ആവശ്യമാണ്. 3, ആകാശം എത്ര വലിയ മഴ പെയ്ച്ചാലും ഒരു പാത്രത്തിൽ അതിന്റെ വലിപ്പത്തിനനുസരിച്ചുള്ള വെള്ളം മാത്രമേ നിറയൂ. അതുപോലെ തന്നെയാണ് നെയ്യുടെ കാര്യവും. നെയ്യ് വളരെ നല്ലതാണ്, പക്ഷെ അത് ദഹിക്കണമെങ്കിൽ ആരോഗ്യമുള്ള ഒരു ദഹനപ്രക്രിയ ആവശ്യമാണ്. ഊർജം എപ്പോഴും ശരിയായ ഒരു മാധ്യമം ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെയാണ് ആ മഹത്തായ വചനം വളരെ പ്രസക്തമാകുന്നത്. തുറന്ന ചിപ്പികൾക്ക് മാത്രമേ സ്വാതി മഴത്തുള്ളിയെ മുത്താക്കി മാറ്റാൻ കഴിയൂ. പ്രകൃതിയുടെ അനുഗ്രഹം ഇവിടെ എല്ലാവർക്കും ഒരുപോലെയാണ് കിട്ടുന്നത്. എന്നാൽ അതുൾക്കൊള്ളാൻ നമ്മുടെ മനസ്സ് തുറന്നതും ആന്തരികമായി ശുദ്ധീകരിക്കപ്പെട്ടതുമായിരിക്കണം. അപ്പോഴേ ആ തുള്ളികൾ മുത്തുകളായി മാറുകയുള്ളൂ. നമുക്കിതൊരു ചെറിയ ഉദാഹരണത്തിലൂടെ നോക്കാം. 2 പശുക്കളുണ്ടെന്ന് കരുതുക. നല്ല വിശ്വാസവും പരിശുദ്ധിയുമാകുന്ന ഭക്ഷണം നൽകി വളർത്തുന്ന ആരോഗ്യമുള്ള ഒരു പശു ധാരാളം പാൽ നൽകുന്നു. എന്നാൽ ഒട്ടും ശ്രദ്ധിക്കാതെ പട്ടിണി കിടക്കുന്ന ക്ഷീണിച്ചൊരു പശുവിനോട് പാല് ചോദിച്ചാൽ കിട്ടുമോ? ഇല്ല. അതുപോലെയാണ് നമ്മുടെ ഉപാസനയും. നമ്മുടെ ഉള്ളിലെ ആന്തരിക ചൈതന്യത്തെ പട്ടിണിക്കിട്ടിട്ട് വെളിയിലുള്ള ആചാരങ്ങളിലൂടെ എന്തെങ്കിലും അത്ഭുതം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് എത്രത്തോളം യുക്തിശൂന്യമാണെന്ന് നോക്കൂ. ഇനി ഇതിലും വലിയൊരു പ്രപഞ്ച സത്യം എന്താണെന്നോ? ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന, ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും ഒക്കെ ചലിപ്പിക്കുന്ന പരമാത്മാവിന് എപ്പോഴും ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളിൽ നേരിട്ട് വന്നിടപെടാൻ സാധിക്കില്ലല്ലോ. എന്നാൽ ആ പരമോന്നത ശക്തി തന്റെ ഒരു ചെറിയ അംശം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലൊരു പ്രതിനിധിയായി വെച്ചിട്ടുണ്ട്. ഈ ആന്തരിക ഊർജത്തെയാണ് നാം യഥാർത്ഥത്തിൽ ഉണർത്തേണ്ടത്. അപ്പോൾ ഈ ദൈവിക അംശം നമ്മുടെ ഉള്ളിൽ എവിടെയാണുള്ളത്? അത് നമ്മുടെ 5 ആന്തരിക ശരീരങ്ങൾ അഥവാ കോശങ്ങൾക്കുള്ളിലാണ്. അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, പിന്നെ ആനന്ദമയകോശം. ഈ 5 ആവരണങ്ങൾക്കുള്ളിലാണ് ആ ദൈവിക പ്രതിനിധി ഉറങ്ങിക്കിടക്കുന്നത്.
ഈ കോശങ്ങളെ ശുദ്ധീകരിക്കുക എന്നതാണ് നമ്മുടെ യഥാർത്ഥ ആത്മീയ ഉണർവിലേക്കുള്ള ആദ്യത്തെ പടി. വളരെ ഗാംഭീര്യവും ആഴത്തിലുള്ളതുമായ ഒരു സത്യം കൂടി പറയാം. അന്തരാത്മാവിന്റെ ശബ്ദം തീർച്ചയായും ദൈവത്തിന്റെ ശബ്ദമാണ്. ഒരു നല്ല വ്യക്തി ചെറിയൊരു തെറ്റ് ചെയ്താൽ പോലും ആ മനസ്സതിനെ ശക്തമായി എതിർക്കും. അവർക്ക് നല്ല പശ്ചാത്താപം തോന്നും. എന്നാൽ നിരന്തരം തെറ്റുകൾ ചെയ്യുന്ന ഒരാളുടെ അവസ്ഥയോ? അവരുടെ ആത്മാവിനെ അവർ പട്ടിണി കിട്ട് ചേർത്തും ദുർബലമാക്കിയിരിക്കുന്നു. അവിടെ യാതൊരു പ്രതികരണങ്ങളും ഉണ്ടാകില്ല. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. അവഗണിക്കപ്പെട്ട ഒരു ആന്തരിക ദേവത എന്ന് പറയുന്നത് ശരിക്കും ഒരു തടവുകാരനെ പോലെയാണ്. ശക്തിയില്ലാത്ത, പോഷകാഹാരക്കുറവുള്ള ഒരു തടവുകാരൻ. നമ്മുടെ മോശം പ്രവൃത്തികളിലൂടെയും അശുദ്ധമായ ചിന്തകളിലൂടെയും ആ ദേവതയെ നമ്മളൊരു രോഗിയാക്കി മാറ്റിയിരിക്കുന്നു. ആ രോഗിയായ ദേവതയ്ക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും മന്ത്രജപങ്ങൾക്കും എങ്ങനെയാണ് ഉത്തരം നൽകാൻ കഴിയുക? ഇതൊന്ന് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ്. ഇതൊന്ന് ചരിത്രപരമായി നോക്കാം. രാമകൃഷ്ണ പരമഹംസരുടെ കാളി ഉപാസന ലോകം കണ്ട ഏറ്റവും വലിയ പ്രതിഭയായ വിവേകാനന്ദനെ സൃഷ്ടിച്ചു. എന്നാൽ മറുവശത്ത് ഒരു അഘോരിയുടെ താന്ത്രികമായ കാളി ഉപാസന വളരെ വില കുറഞ്ഞ കുറച്ചു മാന്ത്രിക വിദ്യകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു. പ്രപഞ്ച ഊർജം ഒന്നു തന്നെയാണ്, അല്ലേ? എന്നാൽ അത് സ്വീകരിക്കുന്ന വ്യക്തിയുടെ ആന്തരിക പരിശുദ്ധിക്കനുസരിച്ച് റിസൾട്ട് എങ്ങനെ മാറുന്നുവെന്ന് ഇത് മനോഹരമായി കാണിച്ചു തരുന്നു. മറ്റൊരുദാഹരണം പറഞ്ഞാൽ അർജുനന്റെ ശ്രീകൃഷ്ണനെ നോക്കൂ. ആ ആന്തരിക ബന്ധം ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. എന്നാൽ ഒരു നാടകത്തിൽ കൃഷ്ണനായി വേഷമിടുന്ന നടന്റെ കാര്യം അങ്ങനെയാണോ? അത് വെറുമൊരു അഭിനയം മാത്രമാണ്. ഭക്തന്റെ ആന്തരികമായ അർപ്പണബോധവും യോഗ്യതയുമാണ് ദേവതയുടെ യഥാർത്ഥ ശക്തിയെ ഉണർത്തുന്നത് എന്ന് ഇവിടെ വ്യക്തമാകുന്നു. അപ്പോ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ ഈ ശക്തികളെ ഉണർത്തുക? ഉദാഹരണത്തിന്, നിങ്ങളുടെ ഉള്ളിലെ ബുദ്ധിയാകുന്ന ഗണേശിനെ ഉണർത്താൻ കുറച്ച് ലഡ്ഡു കൊടുത്താൽ മതിയോ? പോരാ. നിരന്തരമായ പഠനത്തിന്റെയും യുക്തിയുടെയും ജലം നൽകണം. അതുപോലെ നിങ്ങളുടെ ഉള്ളിലെ കരുത്താകുന്ന ഹനുമാനെ ഉണർത്താൻ വെറുതെ ഹനുമാൻ ചാലിസ വായിച്ചാൽ മാത്രം പോരാ. അതിന് ആത്മനിയന്ത്രണത്തിന്റെയും ബ്രഹ്മചര്യത്തിന്റെയും അച്ചടക്കം പാലിക്കണം. കഠിനമായ ആന്തരിക പ്രവർത്തനങ്ങളില്ലാതെ വെറുതെ അനുഗ്രഹങ്ങൾ കിട്ടില്ല എന്ന് ചുരുക്കം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥ ആത്മീയത എന്നത് എന്താണ്? അതൊരു അന്ധവിശ്വാസമൊന്നുമല്ല സുഹൃത്തുക്കളെ. മനുഷ്യന്റെ ബോധമണ്ഡലത്തിൽ നടക്കുന്ന കാരണഫലങ്ങളുടെ വളരെ കൃത്യവും യുക്തിസഹവും ശാസ്ത്രീയവുമായ ഒരു പ്രക്രിയയാണിത്. സ്വയം പരിഷ്കരിക്കുന്നതിനുള്ള ഒരു സയൻസാണ് ആത്മീയത. അതിനെ നമുക്ക് അധ്യാത്മവിജ്ഞാനം എന്ന് വിളിക്കാം. അതുകൊണ്ടാണ് ആ സുവർണ നിയമം ഇത്ര പ്രധാനമാകുന്നത്. ആദ്യം ആത്മസംസ്കരണം, പിന്നീട് ദൈവീക ഉപാസന. കഴുകി വൃത്തിയാക്കിയ ഒരു തുണിയിൽ മാത്രമേ നിറം നന്നായി പിടിക്കുകയുള്ളൂ. അഴുക്കുപുരണ്ട തുണിയിൽ നിങ്ങൾ എന്തു നിറം കൊടുത്താലും അത് ശരിയാകില്ലല്ലോ. ഇതുപോലെ നമ്മെ തന്നെ നവീകരിക്കാതെ പുറമേ നടത്തുന്ന പൂജാവിധികൾ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ശരിക്കും എന്താണിതിന്റെ ശരിയായ ഒരു വഴി? ഉപാസനയുടെ കൃത്യമായ 3 പടികൾ ഇതാണ്. 1. നമ്മുടെ ആന്തരിക വ്യക്തിത്വത്തെ ശുദ്ധീകരിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യുക. 2. നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവീക അംശത്തെ സത്പ്രവർത്തികളിലൂടെ പോഷിപ്പിക്കുക. 3. ഇതിനെല്ലാം ശേഷം മാത്രം ബാഹ്യമായ മന്ത്രങ്ങളും ആചാരങ്ങളും ചെയ്യുക. ബാഹ്യമായ ആചാരങ്ങൾ എപ്പോഴും 3ാമത്തെ പടിയാണ്. അതൊരിക്കലും ആദ്യത്തെ പടിയല്ല എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കും മുൻപ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ പട്ടിണി കിടക്കുന്ന ഒരു ആന്തരിക ദേവതയുടെ നെറ്റിൽ വെറുതെ തിലകം ചാർത്തി സമയം കളയുകയാണോ? അതോ ഒടുവിൽ ദൈവിക ഊർജ്ജം ഉൾക്കൊള്ളാൻ അർഹതയുള്ള ഒരു യഥാർത്ഥ പാത്രമായി മാറാൻ നിങ്ങൾ തയ്യാറാണോ? പൊള്ളയായ ആചാരങ്ങൾ ഉപേക്ഷിച്ച് ആന്തരിക മാറ്റത്തിന്റെ യഥാർത്ഥ ശാസ്ത്രം പരിശീലിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ ഒരു ചിന്തയോടുകൂടി നമ്മൾ ഇന്നത്തെ വിശകലനം പൂർത്തിയാക്കുകയാണ്. ഒപ്പം ചേർന്നതിന് എല്ലാവർക്കും വലിയൊരു നന്ദി. നന്നായി വരട്ടെ.